അതെ, അങ്ങനെ തന്നെയാണ്. ബിസ്മില്ലാഹി എന്നാണ് പറഞ്ഞത്, ബിസ്മി എന്ന് പൂർത്തീകരിച്ചിട്ടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ലെറ്റ്സ് ഗോ. യെസ്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും. പ്രിയമുള്ളവരെ, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, ഇസ്തിഖാസ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ മുവഹിദുകളായ ആളുകളെ അള്ളാഹുവിന്റെ അസ്തിത്വമായ ഏകത്വം, വഹദാനിയത്ത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് കൈമുതലാക്കി നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. മുവഹിദുകളായ ആളുകളെ അള്ളാഹുവിന്റെ അസ്തിത്വമായ അതുകൊണ്ടല്ലേ വഇയ്യാക നസ്തഈന്റെ അർത്ഥം പറയേണ്ട ജീവനില്ലാത്ത മയ്യത്തുകളെ വിളിച്ചു തേടുന്ന ജീവനുള്ള മയ്യത്തുകളെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും. ഇസ്മുൽ ജലാലത്തില്ലാഹി കൊണ്ട് തുടങ്ങുന്ന ബിസ്മില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശിർക്കിന്റെ പ്രചാരകരായ മുസ്ലിയാക്കന്മാർ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തെ തെറ്റിലേക്ക് നയിക്കുന്ന പല വേർഷനുകളും നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുവാനുള്ളത് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ പ്രാരംഭ പ്രാർത്ഥന. ഒരു മുസ്ലിമായ മനുഷ്യൻ ദിവസവും 17 തവണ നിർബന്ധമായും ചൊല്ലേണ്ട ഒന്നാമത്തെ അധ്യായം ഫാത്തിഹ സൂറത്തിലെ 5-ാമത്തെ വചനം അർത്ഥം പൂർണ്ണമായി പറയാതെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനായി ഷിർക്ക് പ്രചരിപ്പിക്കുവാനായി കൂട്ടിമാട്ടുന്ന ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനുള്ളത്. പ്രമുഖ സമസ്ത പ്രഭാഷകൻ വയനാട് കമ്പളക്കാട് സ്വദേശിയായ ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട്, അദ്ദേഹം ഒരു പ്രഭാഷണ വേദിയിൽ ഇരുന്നു കൊണ്ട് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പറയുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന 5-ാമത്തെ ആയത്തിന്റെ അർത്ഥം ബോധപൂർവം പൂർത്തീകരിക്കാതെ ആളുകളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുവാനുള്ളത്. 5-ാമത്തെ വചനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് 1-ാമത്തെ ആയത്തായ ബിസ്മിയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചിരുന്നു. അതൊന്ന് കേട്ടു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അദ്ദേഹം അവിടെ ഉച്ചരിച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ആ വചനം അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? ഒന്നുകൂടി കേട്ടു നോക്കൂ. അതെ, അങ്ങനെ തന്നെയാണ്. ബിസ്മില്ലാഹി എന്നാണ് പറഞ്ഞത്, ബിസ്മി എന്ന് പൂർത്തീകരിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലായ ഉടനെ തന്നെ മൈക്ക് ഓഫ് ചെയ്ത് മൈക്കക്കാരനോട് എന്തോ വിളിച്ചു ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഓക്കെ, അത് ചിലപ്പോൾ മൈക്കയുടെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ നാവിൽ പിഴവ് സംഭവിച്ചതായിരിക്കാം. ഇനി എന്താണ് അതിന് അർത്ഥം പറയുന്നത്, അതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം വെക്കുന്നത് എന്നുള്ളത് നോക്കാം. പ്രിയമുള്ളവരെ, വീഡിയോയുടെ കണ്ടന്റ് 5-ാമത്തെ വചനമാണ്, എന്നാൽ തുടക്കത്തിൽ തന്നെ പാളിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എന്താണ് അതിന് അദ്ദേഹം വെക്കുന്ന അർത്ഥം എന്ന് കേട്ടിട്ട് വരാം. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. കേട്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനത്തിന് ഇന്ന് നമുക്ക് ലഭ്യമായ ഖുർആന്റെ തർജ്ജമയിലെല്ലാം ഈ വാക്കുകളോ അല്ലെങ്കിൽ ഇതോടനുബന്ധമായ വാക്കുകളോ ഒക്കെ തന്നെയാണ്. എന്നാൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു പണ്ഡിത വേഷധാരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ പരമകാരുണ്യകനും കരുണാവാരിധിയും റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റഹ്മാൻ, അതോടൊപ്പം റഹീം. ഇതിന് പരമകാരുണ്യകൻ കരുണാവാരിധി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വാക്കിന്റെ, ആ വചനത്തിന്റെ വ്യാഖ്യാനം, അതിന്റെ തഫ്സീർ പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ജലാലത്തിന്റെ ഇസ്മു കൊണ്ട്, ഇസ്മുൽ ജലാലത്തില്ലാഹി കൊണ്ട് തുടങ്ങുന്ന ബിസ്മില്ലാഹി. പിന്നീട് പറയുന്ന റഹ്മാൻ എന്നുള്ളത് ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ, അതാണ് റഹ്മാൻ. റഹീം എന്നാൽ
നാളെ അള്ളാഹുവിന്റെ പരമോന്നത കോടതിയിൽ പരലോകത്തെത്തുമ്പോ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ. ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു പോകാം. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ശ്വസിക്കുന്ന ഓക്സിജൻ, നമുക്ക് ലഭിക്കുന്ന മഴ, അതുപോലെയുള്ള പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എന്തൊക്കെ ഞാൻ സ്വീകരിക്കുന്നുവോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കാത്തവനും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഈ ലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് എന്തൊക്കെ സ്വീകരിക്കുന്നുണ്ടോ അതെല്ലാം മുശ്രിക്കായ, കാഫിറായ, മുനാഫിക്കായ, അല്ലല്ലാത്തവരെ വിളിച്ചു തേടുന്നവരടക്കം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നൽകുന്നവനാണ് റഹ്മാൻ. എന്നാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പരമോന്നത കോടതിയിലെത്തുമ്പോ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക്, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക്, അള്ളാഹുവിൽ ഭരമർപ്പിച്ചവർക്ക്, അവനെ മാത്രം വിളിച്ചു തേടിയവർക്ക്, നേർച്ച വഴിപാടുകളിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം സമർപ്പിച്ചവർക്കുള്ളതാണ് അവന്റെ അനുഗ്രഹം. അതാണ് റഹീം. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മുടെ കണ്ടന്റ് മറ്റൊരു കാര്യമായതുകൊണ്ട് അതിലേക്ക് പോകുന്നു. മറ്റു വചനങ്ങളെല്ലാം അദ്ദേഹം അർത്ഥം പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം അവിടെ ഓതുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. Thank you. Yes. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും I'm here. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. What? എന്താണ് പ്രിയമുള്ളവരെ അദ്ദേഹം അവിടെ ചെയ്തത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് സൂറത്ത് ഫാത്തിഹയിലെ 5-ാമത്തെ വചനം ഓതിയിട്ട് അദ്ദേഹം അതിന് അർത്ഥം പറഞ്ഞത് എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുകയും. എന്നിട്ടൊന്ന് ശ്വാസം ഇടുക്കുകയാണോ തള്ളുകയാണോ ചെയ്ത് എന്നറിയില്ല. അതിനുശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചൊല്ലി അള്ളാഹുവിൽ പങ്കു ചേർക്കുവാൻ, അല്ലല്ലാത്തവരെ വിളിച്ചു തേടുവാൻ ഖുർആനിൽ ആയത്തുണ്ടോ മുസ്ലിയാരെ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് മൗലവി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടപ്പുറത്ത് ചാടി എഴുന്നേറ്റ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോലും ഈ ആയത്ത് ഈ രൂപത്തിൽ ഇദ്ദേഹം നടത്തിയ ഈ തിരിമറി, ഈ കട്ടുമുറിക്കൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്റെ മൊയിലേറെ തലേകെട്ട് അയച്ചിട്ട് തൊള്ളിത്തിരികയും പറയാതിരിക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോ ഇതൊരു ആക്ഷേപം പറയുകയാണ്, അപമാനിക്കുകയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സഹോദരനോട് എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവുമില്ല. അള്ളാന്റെ കലാമാണ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞ അർത്ഥവും തെറ്റാണ്. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും എന്ന് പറഞ്ഞിട്ട് പിന്നൊന്ന് വിഴുങ്ങി. ആ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് പൊന്നു സഹോദരന്മാരെ നിങ്ങളൊന്ന് പോയി നോക്ക്. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ സ്ഥിരമായി പോകുന്ന നിങ്ങളുടെ മഹല്ല് പള്ളിയിലെ ഖുർആന്റെ തർജ്ജമയുണ്ടാകും, ഖുർആന്റെ അർത്ഥസഹിതമുള്ള ഗ്രന്ഥമുണ്ടാവും. ആ ഖുർആന്റെ തർജ്ജമ എടുത്ത് മറിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്ത് ഫാത്തിഹയുടെ 5-ാമത്തെ വചനം പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്ത് ഫാത്തിഹയുടെ ബിസ്മി 1-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 1-ാമത്തെ ആയത്താണ്. സൂറ ഫാത്തിഹയിലെ 5-ാമത്തെ വചനമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് സഹോദരന്മാരെ ഇവിടെ നൽകിയിട്ടുള്ള അർത്ഥം? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ആരാധിക്കുകയും ചെയ്യുമ്പോൾ അല്ല മൊയ്ലിയരെ നിങ്ങൾ ഒരു ലോഡ് കിതാബ് ഓതി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ കലാം കൂട്ടിമാട്ടുമ്പോ, ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ അത് പിടിക്കപ്പെടുമെന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? ഇനി ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്നേക്കാം, അത് അദ്ദേഹം മുഴുവനായിട്ട് ഓതിയിട്ടുണ്ട്, നീ കട്ടുമുറിച്ചതാണ്, നീ മുറിച്ചു കട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില അടിമക്കണ്ണുകൾ, തലച്ചോറ് മുസ്ലിയാക്കന്മാർക്ക് തിന്നാൻ കൊടുത്ത അടിമക്കണ്ണുകൾ വന്നേക്കാം. എന്നാൽ ആ അടിമക്കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാടിന്റെ ഈ പ്രോഗ്രാം ലൈവായിരുന്നു നടന്നിരുന്നത്. ആ ലൈവ് കണ്ട നാട്ടുകളിലുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ ഷെഫീഖ് സാഹിബാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. ആ ലൈവിലെ ടൈം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ലൈവ് ചിഹ്നം മുകളിലുണ്ടാകും, ചുവട്ടില് റെഡ് സർക്കിളില് ടൈം നോക്കുക. എവിടെയെങ്കിലും ഒരു സെക്കൻഡ് കട്ടുമുറിക്കുകയോ മുറിച്ച് കക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി നാളെ മുതൽ ഞാൻ എടുക്കാം. കണ്ടു നോക്കൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ലെറ്റ്സ് ഗോ. Yes? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും 3, 2, 1
اهدنا الصراط المستقيم. Oh my gosh! നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. Surprise! കുറച്ച് ട്രോളൊക്കെ വന്നൂല്ലേ. അള്ളാന്റെ കലാമ് ദുർവ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞാൽ ട്രോളല്ല വേണ്ടത്. അള്ളാഹുവിന്റെ കലാമായ അള്ളാഹുവിന്റെ സംസാരമായ പരിശുദ്ധ ഖുർആൻ അദ്ദിക്ർ, അത് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ആ വീഡിയോയിലെ ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ ഒരു സെക്കൻഡ് പോലും നമ്മൾ കക്കുകയോ മുറിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ കക്കണ പരിപാടിയില്ല, ഇവിടെ മുറിക്കണ പരിപാടിയില്ല. ഇവിടെ ഉള്ളത് സത്യസന്ധമായിട്ട് വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. വയ്യാക നസ്തഈന്റെ അർത്ഥം ഇവിടെ ഷാജഹാനെ തമിഴ്നാട്ടിൽ പോയിട്ട് പെറ്റ് കിടന്നിട്ട് റഹ്മാൻ ബിരുദം തലയെക്കെട്ടിന്റെ ഉള്ളിൽ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ചെലവാകൂല. അള്ളാന്റെ കലാമ് ദുർവ്യാഖ്യാനം ചെയ്ത ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് ഇതിന് മറുപടി പറയണം. അള്ളാഹുവിന്റെ കലാമിലെ ആദ്യത്തെ അധ്യായമായ സൂറത്ത് ഫാത്തിഹയിലെ 5-ാമത്തെ വചനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു അർത്ഥം വെച്ചത് തന്നെ പൂർണ്ണമല്ല. ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ അർത്ഥം മുണുങ്ങും ചെയ്തു. എന്തിനു മുണുങ്ങി? പ്രിയമുള്ളവരെ, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, ഇസ്തിഖാസ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ മുവഹിദുകളായ ആളുകളെ അള്ളാഹുവിന്റെ അസ്തിത്വമായ ഏകത്വം വഹദാനിയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് കൈമുതലാക്കി ഇവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ ആക്ഷേപിക്കുകയും അനാവശ്യം പറയുകയും മർദ്ദിക്കുകയും ഉപരോധമേർപ്പെടുത്തുകയും ചെയ്യുന്ന ഖുറാഫിക്കൂട്ടമേ, കുബൂരിക്കൂട്ടമേ, ജീവനില്ലാത്ത മയ്യത്തുകളെ വിളിച്ചു തേടുന്ന ജീവനുള്ള മയ്യത്തുകളെ ചിന്തിക്കുക. ഈ മുസ്ലിയാക്കന്മാർ ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്തും പച്ച നുണ പറഞ്ഞും കരിമ്പൊള്ളു പറഞ്ഞുമാണ് നിങ്ങളെ പച്ച ശിർക്ക്, രോമം മുളച്ച ശിർക്ക് ചെയ്യിപ്പിക്കുന്നത്. അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ഈ ആയത്ത് നോക്കൂ നിങ്ങൾ, 31-13. ഷിർക്കിനെ കുറിച്ച് എത്ര ലളിതമായിട്ട് എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ലുക്മാനുൽ ഹക്കീം പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കുക, പൊന്നുമോനെ, നീ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യല്ലേ, നീ അള്ളാഹുവിൽ ഷിർക്ക് വെക്കല്ലേ. അത് ഇന്ന ശിർക്കലദ്ദുൽമുൻ അലീം, ഷിർക്ക് ഏറ്റവും വലിയ പാപമാണ്, ഏറ്റവും വലിയ വഞ്ചനയാണ്. ബദരീങ്ങളെ കാക്കണേന്ന് പറയുന്നത് ഷിർക്കാണ്. അതുകൊണ്ടല്ലേ വയ്യാക നസ്തഈന്റെ അർത്ഥം പറയേണ്ട മൊയ്ലിയാരെ ആളുകളെ പൊട്ടീസാക്കിയത്. പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ചിന്തിക്കാം. ഇത് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ടും കുറച്ചുകൂടി നന്നാക്കിക്കൊണ്ട് നേരത്തെ ചെയ്തിരുന്നു. ആ വീഡിയോ നഷ്ടപ്പെട്ടതാണ്, പെട്ടെന്ന് ചെയ്തതാണ്. പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.